കടം വേണോ? ലോകോത്തര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി, സ്മാർട്ട് വാച്ച്, ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ. ജ്യോതി മൊബൈൽസ്, ഏരൂർ. സീനിയർ വിദ്യാർത്ഥികളെ ബഹുമാനിക്കുന്നില്ലെന്നാരോപിച്ച് +1 വിദ്യാർത്ഥിക്ക് ക്രൂരമർദ്ദനം. മർദ്ദനത്തിന്റെ വീഡിയോ ചിത്രീകരിച്ച് സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുകയും ക്രിസ്തുമസ് അവധിക്ക് ശേഷം സ്കൂൾ തുറക്കുന്ന 5-ാം തീയതി വീണ്ടും മർദ്ദിക്കുമെന്ന ഭീഷണിയും വന്നതോടെ വിദ്യാർത്ഥിയും കുടുംബവും ഏരൂർ പോലീസിൽ പരാതി നൽകി. ഏരൂർ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിയായ കുളത്തൂപ്പുഴ സ്വദേശിക്കാണ് മർദ്ദനമേറ്റത്. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയ വിദ്യാർത്ഥി ഏരൂർ പോലീസ് സ്റ്റേഷനിലെത്തി മൊഴി നൽകി. തിങ്കളാഴ്ച 15-ാം തീയതി ഞാൻ സ്കൂളിൽ പരീക്ഷ എഴുതാൻ വരുമ്പം ഇവന്മാരിനെ പിടിച്ചുകൊണ്ട് പോയിട്ട് കോളറിൽ പിടിച്ചു. ലേവിസ് എന്ന് പറയുന്ന ചെറുക്കനൊക്കെ കോളറിൽ പിടിച്ചിട്ട് അവന്മാരെന്തോ ബഹുമാനിക്കാത്ത ആദ്യം എനിക്ക് പറഞ്ഞത് നിനക്ക് മാന്യമായിട്ട് മര്യാദയ്ക്ക് നടന്നുകൂടെ എനിക്ക് ചോദിച്ചു, ദേഷ്യത്തോടെ ചോദിച്ചു. ഞാൻ അങ്ങോട്ട് ചോദിച്ചു, ഞാൻ എന്ത് ചെയ്തിട്ടാണ് ചോദിച്ചു. അപ്പം പറഞ്ഞ് സീനിയേഴ്സിനെ ബഹുമാനിക്കുന്നില്ല അങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എന്തെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ക്ഷമിച്ചേക്കെന്ന് പറഞ്ഞു. ഇതെന്ന് പറയുമ്പോൾ നമ്മൾ അടിച്ചു തരും. അർജുൻ പറഞ്ഞ് എന്നെ അടിക്കും. അങ്ങനെ അവൻ എന്നെ അടിച്ച് അവന്മാർ പിന്നെ എന്നെ അടിക്കാതെ കൈ പുറത്ത് പിടിച്ചിട്ട് പിന്നെ പറഞ്ഞ് ഇനി ഇങ്ങനെ കാണിച്ചാൽ ഇനി ഇങ്ങനെ അടിക്കുമെന്ന് പറഞ്ഞു. അപ്പോഴേ വിട്ടു. അങ്ങനെ അവന്മാരെ കൈ വിട്ടു. അപ്പോഴത്തേക്കും ഞാൻ സ്കൂളിലേക്ക് പരീക്ഷ കണ്ടു. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇവന്മാർ പിന്നെ എന്നെ ഭീഷണിപ്പെടുത്തി. ആ സമയം തന്നെ എൻ്റെ അടുത്ത് വീട്ടിൽ പറയുന്ന ഭീഷണിപ്പെടുത്തി. അതായത് ഇങ്ങനെ അടിക്കും, നേരത്തെ ഇങ്ങനെ അടിക്കുമെന്ന് പറഞ്ഞു. ഇവന്മാർ പിന്നെ ഇങ്ങനെ കഴിഞ്ഞ മെനഞ്ഞാണ് ബുധനാഴ്ച എന്നെ വിളിച്ചിട്ട് എന്നെ ഇനി സ്കൂൾ തുറന്നു വരുന്ന ദിവസം എന്നെ അടിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ വീട്ടിൽ പറഞ്ഞു. ആരോപണ വിധേയരായ കുട്ടികൾ മുമ്പും സമാനമായി നിരവധി കുട്ടികളെ മർദ്ദിക്കുകയും വീഡിയോ ചിത്രീകരിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് ആരോപണം ഉയരുന്നുണ്ട്. ഭീഷണിയെ തുടർന്ന് ആരും ഈ വിവരം പുറത്തു പറഞ്ഞിരുന്നില്ല. മർദ്ദനമേറ്റ കുട്ടി ഇനി സ്കൂളിലേക്കില്ലെന്നും മറ്റെവിടെയെങ്കിലും തന്നെ പഠിപ്പിക്കണമെന്നും വീട്ടിൽ പറഞ്ഞതോടെയാണ് റാഗിങ്ങിന്റെ പേരിൽ സീനിയർമാരായ ഒരു കൂട്ടം മുതിർന്ന വിദ്യാർത്ഥികളുടെ മർദ്ദനം പുറത്തറിയുന്നത്. 5-ാം തീയതി സ്കൂൾ തുറക്കുമ്പോൾ അവരെ വിളിച്ച് നമുക്ക് സംസാരിക്കാം. അതിനിപ്പുറം വെച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ആക്ഷൻ എടുക്കണമെങ്കിൽ പോലീസുമായിട്ട് ബന്ധപ്പെടുന്നെങ്കിൽ നിങ്ങൾ പൊയ്ക്കൊള്ളാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കിത് കേസുമായിട്ട് മുമ്പോട്ട് പോയെങ്കിലേ പറ്റത്തുള്ളൂ. കാര്യം ഇങ്ങനെ ഒരു സംഭവം നടന്നു ഇവന്മാരിത് വീഡിയോ എടുത്ത് പബ്ലിസിറ്റി ചെയ്തപ്പോഴത്തേക്ക് നമുക്കത് മാനസികമായിട്ട് ഭയങ്കര വിഷമങ്ങളായി. അപ്പോൾ മറ്റുള്ള സ്കൂളിലെ ആ ക്ലാസ്സിലെ തന്നെ രക്ഷകർത്താക്കൾ എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ ഞാനിതിനകത്ത് ഇച്ചിരി ഒന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ ഇനി നാളെ ഇതുപോലെ യവന്മാരല്ലെങ്കിൽ വേറെ ടീമുകളും വന്നിട്ട് ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത്രയ്ക്ക് ഇത്രയേ ഉള്ളെന്നുള്ളത് ഈ മക്കൾക്ക് മനസ്സിലാവും. അപ്പോൾ ഞാനതിലൊരു യാതൊരു വിട്ടുവീഴ്ചയില്ല. അത് നിയമത്തിൻ്റെ വഴിക്ക് പോയിക്കോട്ടെ, അത്രയേ ഉള്ളൂ പറയാൻ. വിദ്യാർത്ഥിയുടെ പരാതിയിൽ +2 വിദ്യാർത്ഥികളായ 3 പേർക്കെതിരെ ഏരൂർ പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. സംഭവത്തിൽ കൊല്ലം ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് മുമ്പാകെ റിപ്പോർട്ട് നൽകുമെന്ന് ഏരൂർ SI അറിയിച്ചു. ഇതിനിടയിൽ കേസ് ഒതുക്കി തീർക്കാനുള്ള ശ്രമവും നടക്കുന്നുണ്ട്. എന്നാൽ ആരോപണ വിധേയരായ കുട്ടികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ സ്കൂൾ അധികൃതർ തയ്യാറാകണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട്. നാട്ടുവാർത്ത, ഏരൂർ.